നല്ല ഗോൾഡൻ കളറിലെ മസാല ദോശ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തത്. അതിലുപയോഗിക്കുന്ന മസാല ഇതാണ്. ഇത് ഉരുളക്കിഴങ്ങ് വെച്ചുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല ഗോൾഡൻ കളറിലെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെസിപ്പി കാണാത്തവർ കഴിഞ്ഞ ദിവസം ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് കൂടി ഇതിൽ ആവശ്യമുണ്ട്. മീഡിയം ഫ്ലെയിം മതി, അതൊന്ന് പൊട്ടി വരണം. അതായത് ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ടത് സവാളയാണ്. സവാള നമുക്ക് ചേർക്കാം. 2 മീഡിയം സൈസ് സവാള മതി, 2 പച്ചമുളകും, ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ മാത്രം മതി, അത്രയും ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അധികം ഒരുപാട് കളർ മാറി പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഇടന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം, അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് ഇതുപോലെ ആവുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ അത്രയും മാത്രം മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഇത് മസാലക്കറി ആയതുകൊണ്ട് അധികമൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ആവശ്യമില്ല, ഇത്രയും മാത്രം മതി. ഈ വേണ്ടത് പൊടികളാണ്. ഇത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ആ ഒരു അളവ് മാത്രം മതി, ഒരുമിച്ചിട്ടിരിക്കുന്നതാണ്. അതുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. കൂടുതൽ പൊടികളുടെ ആവശ്യമൊന്നും ഇതിലില്ല. അതിൻ്റെ ആ മുരിവാകുമ്പോഴേക്കും അതിലേക്ക് അടുത്ത കുരുമുളകാണ്. അത് 1 ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുരിവ് കൃത്യമാകുമ്പോൾ മാത്രം നമ്മൾ മുളക് പൊടി ചേർത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ടുണ്ട്. ഇനി മുളക് പൊടി 1 ടേബിൾ സ്പൂണിൽ താഴെ മാത്രം കാശ്മീരി മുളക് പൊടിയാണ്. കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളകും ഉണ്ട്, അതുകൊണ്ട് അധികം എരിവില്ലാതിരിക്കാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഇതിപ്പോൾ കൃത്യമായിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ഉരുളക്കിഴങ്ങാണ്. ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നന്നായി വെന്ത് കിട്ടണം. അതായത് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ളതായിരിക്കണം. നമ്മൾ ഇത്രയും ഗ്രേവി നമുക്ക് വേണ്ട. ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കൊഴുപ്പും വരുമ്പോൾ ഗ്രേവിയെല്ലാം വറ്റി നല്ല രീതിയിൽ നമുക്ക് കിട്ടും. കാരണം മസാല ദോശക്ക് നല്ല തിക്കായ രീതിയിലുള്ള മസാലയാണ് ആവശ്യമുള്ളത്. നമുക്കിന്ന് ഇതുപോലെ പതിയെ നമുക്ക് മുഴുവൻ ഉടച്ചെടുക്കാം. ഉടച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് കിട്ടണം. കേട്ടോ, ഗ്രേവിയെല്ലാം മാറി നല്ല രീതിയിൽ തിക്കായ രീതി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കുമ്പോൾ കണ്ണു മസാല ദോശയുടെ ഉള്ളിലുള്ളതിൻ്റെ ആ ഒരു അളവ്. ഇതുപോലെ ചെയ്താൽ മതി. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രത്യേക ടേസ്റ്റാണ് ഇത്രയും സാധനങ്ങൾ കറക്റ്റുകൾ ചേർക്കുമ്പോൾ. ഇത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ മസാല ദോശ തയ്യാറാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ഈ കാണുമ്പോൾ നല്ല ഗോൾഡൻ കളർ വേണം. ഇതിപ്പോൾ നമ്മൾ മുരിവ് കൂടിപ്പോയിട്ടൊന്നും കൃത്യമാണ്. ഉള്ളിൽ അല്പം കളർ കൂടുതൽ വരും, പക്ഷെ അത് തിരിക്കുമ്പോൾ മനസ്സിലാണ്. ഇതുപോലെ നമ്മൾ കറക്റ്റ് കിട്ടണമെങ്കിൽ ഉള്ളിൽ അത്രയും ഒരു ഡാർക്ക് രീതിയിൽ കിട്ടണം. ഈ ഒരു രീതിയിൽ മസാല ദോശ എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന സോഫ്റ്റ് ഇഡ്ഡലിയുടെ വീഡിയോ നമ്മൾ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.